നമസ്കാരം. കോൺഗ്രസ് അവതരിപ്പിക്കുന്ന പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അയ്യപ്പ സംഗമം 2. കഴിഞ്ഞ കുറച്ചു കാലമായി ശബരിമല കേരള രാഷ്ട്രീയത്തിലെ പ്രധാന പൂജാമുറിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകില്ല. CPM ശബരിമല വിഷയത്തിൽ അടിയേറ്റ് വീണപ്പോ ഇവർക്കൊരു അടി കിട്ടിയല്ലോ എന്ന് ഊറിച്ചിരിച്ച കോൺഗ്രസ് ഇന്ന് സ്വന്തം നിലപാട് പൊട്ടിയ കുടം പോലെ നോക്കി നിൽക്കുകയാണ്. യുവാക്കൾ മുതൽ വൃദ്ധർ വരെ, നടൻ മുതൽ സാധാരണക്കാരൻ വരെ മാലയിട്ട് മല ചവിട്ടുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്ന് ശബരിമലയിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളൊരു കൂട്ടരുണ്ട്. അത് പറയാതിരിക്കാനാവില്ല. അവരാണ് രാഷ്ട്രീയക്കാർ. ഈ സമയത്തിന്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് ശബരിമല ഇല്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ LDF കൈപൊള്ളിച്ചപ്പോ ഭക്തരെ കൂട്ടത്തോടെ കിട്ടാനുള്ള ലോട്ടറി അടിച്ച സന്തോഷത്തിലായിരുന്നു UDF. എന്നാൽ CPM അയ്യപ്പ സംഗമം എന്ന പ്രതിരോധ പൂജ നടത്തി കളം മാറ്റിയതോടെ കോൺഗ്രസിന് ഒരു ഞെട്ടലുണ്ടായി. നിലപാടില്ലായ്മ ഒരു രാഷ്ട്രീയ ശൂന്യതയാണ്. അത് തെരഞ്ഞെടുപ്പിൽ 8ന്റെ പണിയാകുമെന്നൊരു തിരിച്ചറിവ് ഇപ്പൊ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു സമുദായ സംഘടനയെ പോലും ചായക്ക് വിളിച്ച് സ്വാധീനിക്കാനാകാത്ത പ്രാദേശിക നേതൃത്വം എല്ലാം കൈവിട്ടു പോകുന്നു എന്നായപ്പോ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിലവിളിക്കുന്നു. ഹേ ഡൽഹീശ്വര, ഞങ്ങളെ രക്ഷിക്കണേ. ഡൽഹീശ്വരൻ രാഹുൽ ഗാന്ധി ഉടനെ ശബരിമലയിൽ അവതരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ ദേശീയ നവോത്ഥാന നായകൻ കൂടെ വടക്കേന്ത്യയിൽ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്ത് ഭക്തിയുടെ ടൂർ പാക്കേജ് പൂർത്തിയാക്കുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉടനെ ശബരിമലയിൽ അവതരിക്കും. ജാവ വളരെ സിമ്പിളും പവർഫുള്ളുമാണെന്നൊക്കെ പറയുന്നത് പോലെ കാര്യം വളരെ സിമ്പിളും പവർഫുള്ളും അങ്ങേയറ്റം രാഷ്ട്രീയപരവുമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ശബരിമല ദർശനം 1000 രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ വലുതാണത്രേ. വടക്കേ ഇന്ത്യയിലെ അമ്പലങ്ങളിൽ കയറിയിറങ്ങുന്ന കൂട്ടത്തിൽ കേരളത്തിലെ അയ്യപ്പ ലോട്ടറി കൂടി അടിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ അയ്യപ്പനുഗ്രഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മിക്കവാറും മലയാളികൾ ഈ ഡൽഹി സ്പോൺസർ ചെയ്യുന്ന 2ാം അയ്യപ്പ സംഗമത്തിന് സാക്ഷിയാകേണ്ടി വരും. 2ാമത്തെ അയ്യപ്പ സംഗമം കോൺഗ്രസ് സ്പോൺസർ ചെയ്യുമായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് ശബരിമലയിൽ പൊയ്ക്കൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായും പോകാം. പക്ഷേ സർക്കാരും CPM-ഉം നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് ഇങ്ങനൊരു ശബരിമല ദർശനത്തിൽ എന്തോ എവിടെയോ ഒരു പന്തികേട് തോന്നുന്നില്ലേ? മലയാളികൾ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നതെന്ന് കോൺഗ്രസിനും നന്നായി അറിയാം. അതുകൊണ്ട് ഇന്നോ നാളെയോ എന്നും ദേശീയ രക്ഷകൻ ശബരിമലയിൽ എത്തില്ല. കാരണം പെട്ടെന്നുള്ള സന്ദർശനം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആർക്കും സംശയമൊന്നും തോന്നാത്ത ഒരു സമയം നോക്കി കൃത്യം മണ്ഡല മകരവിളക്ക് കാലത്ത് അദ്ദേഹത്തെ ശബരിമലയിൽ എത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടല്ല കേട്ടോ, അയ്യപ്പനോടുള്ള കടുത്ത ഭക്തി കൊണ്ടാണ് ഇതെല്ലാം. അങ്ങനെയേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. രാഹുൽ ഗാന്ധി പതിവായി ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ട് ശബരിമല ദർശനവും ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യമെന്ന രീതിയിൽ കാണില്ല എന്ന കണക്കുകൂട്ടലും നേതാക്കൾക്കുണ്ട്. എന്തായാലും ഐഡിയ കൊള്ളാം. കേട്ടാൽ ആരും മോശം പറയില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിലും UDF-ലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കി പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കി ഇപ്പോൾ ഉണ്ടായ ക്ഷീണം മാറ്റിയേ കോൺഗ്രസ് അടങ്ങുമെന്ന വാശിയിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ രാഹുൽ ഗാന്ധിയെ ശബരിമലയിൽ എത്തിക്കും, അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്ന കൺവെൻഷനിൽ പങ്കെടുപ്പിക്കും. ഇതിലേതെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ട് സംഭവിക്കും. ഇതിനായിട്ട് ഒരു വിഭാഗം നേതാക്കൾ ലക്ഷ്യമിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഫലം കണ്ടാൽ മതിയായിരുന്നു. സംഗമത്തോട് സഹകരിച്ചില്ലെങ്കിലും ചില നേതാക്കളുടെ പെരുമാറ്റം തങ്ങൾ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുന്നു എന്ന സന്ദേശമാണ് നൽകിയതെന്നാണ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഒരു വിലയിരുത്തൽ. നിലവിൽ UDF-ന് അകത്ത് നേതൃപരമായ ശൂന്യതയുണ്ട്. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിവുള്ള നേതാക്കൾ ഇല്ലെന്നും ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ ചെയ്തതുപോലെ ഹിന്ദു വികാരങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തര കാര്യങ്ങൾ എത്രത്തോളം കൈവിട്ടു പോയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ.
സംസ്ഥാനത്ത് ഒരു സമുദായത്തെ പോലും സ്വാധീനിക്കാനോ ഒരു വിഷയത്തിൽ ശക്തമായി സംസാരിക്കാനോ കഴിവില്ലാത്ത പ്രാദേശിക നേതൃത്വം. എല്ലാ പ്രശ്നങ്ങൾക്കും ഡൽഹിയിലേക്ക് നോക്കി രാഹുൽ രക്ഷകൻ എന്ന ഒറ്റ പരിഹാരത്തിൽ അഭയം തേടുകയാണ്. അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിലും പാർട്ടിക്കുള്ളിലും UDF-ലും ഒക്കെ ഭിന്നതയുണ്ട്. സംഗമം നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇതിനെ എങ്ങനെ ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയാനാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത്. ഒരു വശത്ത് അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അകലം പാലിക്കുന്നു. മറുവശത്ത് ഭക്തരെ പിണക്കാതിരിക്കാൻ മറ്റൊരു വിഭാഗം മൗനം പാലിക്കുന്നു. സ്വന്തം സംസ്ഥാന ഘടകത്തിൽ നിന്ന് നിലപാടെടുക്കാൻ കഴിവില്ലാതാവുകയും എല്ലാ വീഴ്ചകൾക്കും ഒരു ദേശീയ പരിഹാര പാക്കേജ് തേടുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇതെല്ലാം കേരളത്തിൽ അവർക്കൊരു ശക്തമായ നേതൃത്വമില്ലാന്ന് എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. നഷ്ടപ്പെട്ട അടിത്തറ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് നടത്താൻ പോകുന്ന രാഷ്ട്രീയ തന്ത്രമോ അതോ ഡൽഹി സ്പോൺസർ ചെയ്യുന്നതാണോ ഈ രണ്ടാം അയ്യപ്പ സംഗമം? പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കമെന്ന് പറയും പോലെ ഐക്യമില്ലായ്മയാണ് കോൺഗ്രസിന്റെ ഐക്യമെന്ന് പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ഘടകകക്ഷികളെല്ലാം ഓരോ വഴിക്കാണ്. ഇത് വരുന്ന ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ചിന്ത കോൺഗ്രസിനുള്ളിൽ തന്നെ പുകയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസും ഭക്തിയുടെ മാർഗത്തിലാണ്. ഭക്തിയെ വെറുമൊരു വോട്ട് പിടിക്കാനുള്ള താൽക്കാലിക തന്ത്രമായി മാത്രം കാണുന്നു എന്നത് വിമർശനം പരക്കെ ഉയരുന്നുണ്ട്. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ഒരു നിലപാടും ഇല്ലാതിരുന്നത് വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന പേടിയിലാണ് കോൺഗ്രസ് ഇതൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ഭക്തിമാർഗം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ അതോ കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കൊത്തുമോ ഒക്കെ കണ്ടറിയണം. ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് പൂജാമുറിയായി തുടരുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള അയ്യപ്പ സംഗമങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.